അതായത് നമ്മളുടെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിൽ എന്നൊക്കെ പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ സെന്റർ എന്നൊക്കെ കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് പൊതുവെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരം പ്രവൃത്തികൾ ചെയ്യുന്ന, പൊതുവെ എന്ന് മാത്രമല്ല വളരെ ക്രൂരമായതും വളരെ ലളിതവുമായ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ കുറച്ചു നാളത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും അതുവഴി അവരെ അച്ചടക്കവും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയുമുള്ള ആളുകളാക്കി മാറ്റുന്നതും, അതുപോലെ തന്നെ ഇതുപോലൊരു കുറ്റം ചെയ്താൽ പിന്നീട് ഇതുപോലെ തന്നെ ഒരു അവസ്ഥയിലെത്തി വീണ്ടും റീഹാബിലെത്തേണ്ടി വരും എന്നുള്ള തിരിച്ചറിവും കൊടുക്കാൻ എത്ര കാലാവധി വേണമോ അത്രയും കാലാവധി ആ ചികിത്സ അനുവദിക്കുന്നതാണെന്നാണ് വേണ്ടെന്നാണ് എൻ്റെ ഈ വന്ന കാലത്ത് ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിൽ ആധുനിക പൗരനും ആധുനിക പൗരിയും ചേർന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇതൊക്കെ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതൊന്നുമല്ല നടക്കുന്നത്. അവിടെ അവർ ആഹാരം, അതുപോലെ തന്നെ ഈ ഫെസിലിറ്റീസ്, ഇപ്പൊ ബെഡ്, അവിടുത്തെ ക്ലെൻലിനെസ്, ബാത്റൂം, ഇതൊക്കെ നീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുഡ് നല്ലപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങൾ നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല. ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന എന്തോ ഒരു സ്ഥലം പോലെയാണ് ഇപ്പോഴും ഈ ജയിലുകളൊക്കെ കാണുന്നത്. അതൊക്കെ രാജാക്കന്മാർ, രാജാവിന്റെ കാലത്താടോ രാജാവ് പറയുന്നത് കിട്ടുന്നില്ല, സൗണ്ട് കിട്ടുന്നില്ല. അന്നാടോ ഈ ആധുനിക പൗരനാവടോ, മനസ്സിലായി? ഇത് കുറച്ചുകൂടെ നീട്ടണം. അപ്പോ ഇങ്ങനെ അതുപോലത്തെ ജയിലല്ല ഇന്നത്തെ ജയില്. അന്നത്തെ ജയിൽ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യം, അതുപോലെ തന്നെ ഈ രാജ്യത്തിലുള്ള ഭയങ്കര കള്ളന്മാര് അവരുടെ കൈകാല് വെട്ടലും തലവെട്ടലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന രാജ്യം തൂക്കിക്കൊല്ലും, അങ്ങനെ എന്തെല്ലാം ക്രൂരമായ പീഡനങ്ങൾ നടത്തി വൈരാഗ്യം തീർക്കുന്ന തരത്തിലുള്ള ശിക്ഷാ പരിപാടികളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നതല്ല. ഇന്ന് ആ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ചിലരൊക്കെ സൈക്കാട്രിക് ആണ്, ചിലര് അല്ലാത്ത പലതരം ക്രൈംസ് ഉണ്ട്. അപ്പൊ ഇതിനെയും വേർതിരിച്ചിട്ടില്ല. ഇപ്പൊ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ഒരാളുടെ ക്രൈം അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യുന്ന രീതിയിലല്ല ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഒരേ ആക്ടാണ്, എല്ലാ ആക്ട് ഒന്നാ. ഈ ആക്ടിനാണ് ആ ശിക്ഷ. ഇന്ന ആക്ട് ആണോ, ഈ ആക്ട് ഓക്കെ എന്ന് കാണിച്ചാൽ ഈ ശിക്ഷ, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഇതിന്റെ കാര്യങ്ങൾ. അതേസമയം ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു കോമഡി നടന്നിട്ടുണ്ട്. ഇവിടുത്തെ കോമഡി എന്താന്ന് വെച്ചാല്, ഈ ജയിലില് എന്താ റെക്കോർഡ് ചെയ്തില്ലാന്നോ എന്തോടും ഹെൽമെറ്റ് എവിടെ? ഫോണോ? ഫുഡ് കഴിച്ചിട്ട് പോകും. ഓണാണോ? അപ്പോ നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ എന്ന് പറഞ്ഞാല് ആണിനെയും പെണ്ണിനെയും വേറെ വേറെ സെല്ലുകളിൽ ഇട്ടിട്ട് ഈ പറഞ്ഞവർക്ക് ഫുഡും സാധനമൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് അവരുടെ സെക്സ് ലൈഫ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്ന പോലെ തന്നെ ഒരു അപ്പിറ്റൈറ്റ് ആണ് ഈ സെക്ഷൽ അപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്സിനെ നമ്മള് റെസ്ട്രിക്ട് ചെയ്ത് ആണുങ്ങളെ എല്ലാം ആണുങ്ങളുടെ സെല്ലിലും അല്ല ജയില് തന്നെ ആണുങ്ങളുടെ, പെണ്ണുങ്ങളെ അങ്ങനെ തന്നെ വേണം. അല്ലാതെ ഇതിവിടെ മിക്സ് ചെയ്ത് നമുക്ക് മറ്റേ കിൻഡർ ഗാർഡനിൽ കൊണ്ടിരുത്തുന്ന പോലെ ഇരുത്താൻ പറ്റുന്ന ടൈപ്പ് പിള്ളേരല്ലല്ലോ അതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വേണം. പക്ഷെ ഈ സെക്സ് റെസ്ട്രിക്ട് ചെയ്യാതിരിക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഈ പറഞ്ഞ ക്രിമിനൽസിന് എന്തെങ്കിലും ബോയ്ഫ്രണ്ടും പോട്ടെ, ഇങ്ങനെ കാമുകി എന്തെങ്കിലും ഒരു പാർട്ട്ണർ, അത് ഏത് രീതിയിൽ കോൺട്രാക്റ്റിലുള്ളതോ കോൺട്രാക്ട് ഇല്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും പാർട്ട്ണറോ അല്ലെ പുറത്തുള്ളവർ, ഇനി ആരും ഇല്ലാത്തവനെ കിടക്കുന്നെങ്കിൽ അവന് തീരെ വയ്യാതെ വരുവാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവന് പൈസ മുടക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പക്ഷെ ഇവര് വിചാരിച്ചേക്കുന്നത് എന്താണ്? ആണുങ്ങളുടെ ജയിലൊന്ന്, പെണ്ണുങ്ങളുടെ ജയിലൊന്ന് കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് ഈ രണ്ട് ജെൻഡറാണോ ഉള്ളത്? മറ്റേ ആൺ ശരീരങ്ങളെല്ലാം ആൺ ശരീരങ്ങളാണോ? വിനായകൻ ചോദിച്ചതുപോലെ പെൺ ശരീരങ്ങളെല്ലാം പെൺ ശരീരങ്ങളാണോ? അല്ല. അപ്പോ ഒന്നാലോചിക്കുക, ഒരു ക്രൈം ചെയ്ത ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾക്ക് ജയില് ഒരു പാരഡൈസ് ആയിരിക്കത്തില്ലേ? ആ രീതി നോക്കിയാ. കാരണം ഇയാളിപ്പോ സൊസൈറ്റൽ പ്രഷർ കൊണ്ട് കല്യാണം കഴിക്കുകയോ എങ്ങനെയും ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ ഒരു ക്രൈം ചെയ്തിട്ട് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് മറ്റേ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഇന്ററാക്ഷൻ നിർത്തിയിട്ട് സെയിം സെക്സിനോടുള്ള ഇന്ററാക്ഷൻ കൂട്ടാൻ പറ്റും. അയാൾ ഹാപ്പി ആയിരിക്കും. അയാൾ നോക്കുമ്പോ ഒരു ജയില് ഒന്ന് ആലോചിക്കുക. നീ ആണാണെങ്കിൽ ചുറ്റും പെണ്ണുങ്ങളുള്ള ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊരു ജയിലാണോടെ? മറ്റേ പാൽക്കാരൻ പയ്യന്റെ കാര്യം പറഞ്ഞ പോലെ ആകത്തില്ലേ? അല്ലേ? അങ്ങനെ മനസ്സിലാക്കണം. ഇത് വലിയ മറ്റടുത്ത ഭയങ്കര പരിപാടി ഒന്നുമല്ല. ഊമ്പിയ സാധനം, നല്ലപോലെ ഊമ്പിപ്പോയ ഒരു പരിപാടിയാണ് ഒരു സ്ഥലത്ത്. അത് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സെക്സ്വാലിറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബൈസെക്ഷലോ ഗേയോ
ട്രാൻസാക്ഷനിലോ അങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തെറ്റിപ്പോയി. പിന്നെ ശരിയാണ്, ആണുങ്ങളായിട്ടുള്ളവരാണെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കും. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് അത് തന്നെയാണ്. അതിനകത്ത് ഇപ്പോ ഇത് തന്നെ വേണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറച്ചും കൂടി അതിനകത്ത് വേറൊരു കൺസിഡറേഷൻ കൂടെ കൊടുക്കാനുണ്ട്. നമ്മളിപ്പോ ഇയാള് കല്യാണം കഴിച്ച ഒരാളൊരു തെറ്റ് ചെയ്തു, അയാളെ ശിക്ഷിക്കാൻ വേണ്ടി നമ്മൾ ജയിലിലടച്ചു. അയാൾക്ക് എല്ലാ ഇതുപോലത്തെ സോഷ്യൽ ലൈഫും ഈ പറഞ്ഞ പോലത്തെ സെക്ഷൽ ലൈഫും എല്ലാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. എന്നാൽ ഇയാളുടെ ഭാര്യ പുറത്തില്ലേ, അവരെ എങ്ങനെ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല? അപ്പൊ ജയിലിനുള്ളിൽ തന്നെ കുറച്ച് ഫെസിലിറ്റീസ് വേണം. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ അങ്ങനെ ആ രീതിക്ക് അവർക്കൊരു ഇന്റർകോഴ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒരു ഇന്റിമേറ്റ് ഒരു ദിവസമെങ്കിലും ശരിക്കും പറഞ്ഞാൽ കൊടുക്കണ്ടതാ. കാരണം അവരെന്ത് തെറ്റ് ചെയ്തു? ആ സ്ത്രീ എന്നെ നാട്ടിലൊക്കെ ഔഹിതം നടത്തണം, അത് തെറ്റല്ലേ? പിന്നെ അപ്പൊ അത് വേറൊരു കുടുംബത്തെ ബാധിക്കത്തില്ലേ? എന്തൊരു പരിപാടിയാ അത്? അതൊന്നും അങ്ങനെയാണ് ചിന്തിക്കേണ്ട. അല്ലാണ്ട് ചുമ്മാതെ അവർക്ക് ചിലപ്പോൾ മക്കളൊക്കെ കണ്ടൊരു ദിവസം ഇരിക്കട്ടെന്നേ. പിള്ളേരെന്ത് തെറ്റ് ചെയ്തു? ചേടാ എന്തൊരു കൺസേൺ ആണെന്ന് നോക്കിക്കോണം നിന്മാരുടെ കൺസേൺ. നാണം ഇല്ലാത്തവന്മാര്. ഇതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉള്ള നല്ല രാജ്യങ്ങള്, ഹ്യൂമൻ വാല്യൂ ഉള്ള, മനുഷ്യന് വിലയുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പരിപാടികളെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഹ്യൂമൻ റൈറ്റ്സുകാരും വനിതാ അവരൊക്കെ ഇറങ്ങുന്ന കാര്യമൊക്കെ കാണണം. അതെ ഭയങ്കര കാര്യങ്ങൾ. ചുമ്മാ പാഴുകളാണ് ഇതൊക്കെ. പാഴുകൾ, പെസഡുകള്, വേസ്റ്റ് അല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രയും വേണം. നിങ്ങളെന്താ അത് കൺസിഡർ ചെയ്യാത്ത? നിങ്ങൾക്ക് എന്താ ചിന്തിക്കാൻ പറ്റുന്നില്ല? നിങ്ങളെന്താ ബോധം ഇല്ലാത്തവരാണോ? എനിക്കറിയത്തില്ല. അവര് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവൻ 2 വർഷത്തേക്കും 5 വർഷത്തേക്കും തടവിലായതുകൊണ്ട് അവര് വേറെ കല്യാണം കഴിച്ചു പോകണോ? എങ്ങനെയാ വേണ്ടത്? അവർക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ അവർ രണ്ടാമത് കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ അവരൊരു ശിക്ഷ അനുഭവിക്കണോ? എന്താ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ പറയാൻ പോകുന്നത് ഇയാളുടെ എന്തോ ഒരു ഷെയർ അവര് പറ്റിയില്ല എന്ന്. അല്ലേ? ശരിയല്ലേ? അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവക്കും കിട്ടട്ടെ പണി. അവന്റെ കുട്ടികൾ എന്ത് ചെയ്തപ്പോ? അല്ലേ? ശരിയല്ലേ? എന്തൊരു മോശം അത്. അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. പരോള് പോലെ ഒരു സമയം അല്ല കൊടുക്കണ്ടേ. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വേണം. എന്നാലേ ആ കുട്ടികളും ആ ഭാര്യയും ആ കുടുംബവും ഒരു നല്ല രീതിയിൽ. ഇയാൾക്ക് ഇനി നന്നാവണമെന്നുണ്ടെങ്കിലും ഈ ഒരു ലൈഫിലോട്ട് വരുമ്പോൾ അയാൾ വീണ്ടും നന്നാൻ ചാൻസ് കൂടുതലാണ്. ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഉണ്ടോ? പൊടുത്തോ കിട്ടേക്കട്ടെ. അപ്പോ അത് ശരിയാ, അയാൾക്ക് നന്നാവാൻ പോലുള്ള സാധ്യതയാണ് കൂടുന്നത്. അല്ലാതെ അതിനെ അയാളെ പീഡിപ്പിച്ച് അങ്ങനെ ഒരു മാനസിക നിലയിൽ എത്തിക്കുന്നത് മാനസികമായിട്ടുള്ളൊരു ഭയങ്കര പീഡനം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഡബിൾ പീഡനം എന്തിനാ? മറ്റേ തന്നെ അധികല്ലേ? അത് പോരാ കളിയാ. ട്രീറ്റ്മെന്റ് ഒക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ, കൗൺസിലിങ്ങും അല്ലാത്ത മറ്റു പരിപാടികൾ, തെറാപ്പിയോ എന്തോന്ന് വെച്ചാൽ അതൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ ബൈ.